ഒട്ടേറെ വേഷങ്ങൾ പകർന്നാടുന്ന ഒരു നാട്ടിലേക്കുള്ള പ്രയാണമാണിത്. ഐതിഹ്യവും ചരിത്രവും നവോത്ഥാനവും പുരോഗമനവും ഉൾപ്പെടുന്ന വൈവിധ്യങ്ങളുടെ നാനാമുഖങ്ങളുള്ള ഒരു ദേശത്തിലേക്കുള്ള യാത്ര. ബ്രഹ്മദേവന്റെ പുത്രന്മാരായ നവപ്രജാപതിമാർ തങ്ങളുടെ ശാപമോക്ഷത്തിനായി തപസ്സനുഷ്ഠിക്കാൻ ഒരു പുണ്യസ്ഥാനം തേടി നാരദമുനിയെ സമീപിച്ചു. ഇത് കേട്ട് നാരദമുനി തൻ്റെ വൽക്കലം വലിച്ചെറിയുകയും തൻ്റെ വൽക്കലം വീണിടം തപസ്സനുഷ്ഠിക്കാനുള്ള പുണ്യസ്ഥാനമായി കണക്കാക്കാമെന്ന് നവപ്രജാപതിമാരെ അറിയിച്ചു എന്നതാണ് ഐതിഹ്യം. പിൽക്കാലത്ത് നാരദമുനിയുടെ വൽക്കലം വീണിടം വൽക്കല എന്നും കാലാന്തരത്തിൽ അത് വർക്കല എന്നും അറിയപ്പെട്ടു. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധിയാർജിച്ച തെക്കൻ കാശീശ്വരനായ ജനാർദ്ദന സ്വാമിയെ വിശേഷിപ്പിക്കുന്നത് ദക്ഷിണ കാശീശ്വരൻ എന്ന നാമധേയത്തിലാണ്. ഹരി ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമഃ. ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ത്രേതായുഗത്തിൽ ബ്രഹ്മാവ് വിഷ്ണുപ്രീതിക്കായിട്ട് സമുദ്രക്കരയിൽ വെച്ച് യാഗം ചെയ്തെന്നും ആ യാഗാനന്തരം വിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ബ്രഹ്മാവിൽ നിന്ന് യാഗഫലം സ്വീകരിച്ച് ബ്രഹ്മാവിന് ദർശനം കൊടുത്തതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ ആ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് യാഗം സ്വീകരിച്ച് ജനാർദ്ദന രൂപത്തിൽ ദർശനം കൊടുത്ത ആ ജനാർദ്ദന രൂപത്തിൽ വിഷ്ണു ഭഗവാനെ ബ്രഹ്മാവ് ഇവിടെ ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠ ചെയ്തെന്നും ആ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മാവ് ബ്രഹ്മലോകത്തേക്ക് പോയി പിന്നീട് പാപനാശത്ത് ഒരു തിരയിളക്കമുണ്ടായി. അപ്പോൾ ഈ കടലെല്ലാം കയറി ഈ ക്ഷേത്രമെല്ലാം അന്ന് ഇരുന്ന ക്ഷേത്രമെല്ലാം കടലിനടിപ്പെട്ട് പോയെന്നും രണ്ടാമത് ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ചെയ്തത് വന്ന് പാണ്ഡ്യ മഹാരാജാവാണെന്നും പറയപ്പെടുന്നു. അത് ഏകദേശം 1000 വർഷത്തിന് പഴക്കമുണ്ട്. പാണ്ഡ്യ മഹാരാജാവിന് ബ്രഹ്മഹത്യാദി പാപമുണ്ടായി. അദ്ദേഹം തീർത്ഥാടനം ചെയ്ത് ഈ വർക്കല ഭൂമിയിൽ വന്നാണ് അദ്ദേഹത്തിൻ്റെ പാപവിമോചനമുണ്ടായത്. അങ്ങനെ അദ്ദേഹം ഈ പാപവിമോചനമുണ്ടായി അദ്ദേഹത്തിന് ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്തു. അങ്ങനെ ആ ദർശനം കൊടുത്ത വഴിക്ക് അദ്ദേഹത്തിന് പാപനാശത്തിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം കിട്ടി. അങ്ങനെ ആ വിഗ്രഹം എടുത്ത് പാണ്ഡ്യ മഹാരാജാവ് ഇവിടെ ക്ഷേത്രം കെട്ട് പ്രതിഷ്ഠിച്ച് അദ്ദേഹം മധുരയ്ക്ക് പോയതായിട്ട് പറയുന്നു. രണ്ടാമത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തൊരു ചക്രതീർത്ഥക്കുളമുണ്ട്. അതായത് ബ്രഹ്മാവിൻ്റെ ശാപം കിട്ടിയ നവപ്രജാപതികൾ ഇവിടെ വന്ന് ഭഗവാനെ പൂജിച്ച് ശാപമോക്ഷം നേടിപ്പോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അവർക്ക് കുളിക്കാനും അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി അവർ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് വിഷ്ണു ഭഗവാൻ ചക്രം കൊണ്ട് നിർമ്മിച്ച കുളമായിട്ടാണ് ആ കുളത്തിൻ്റെ ചരിത്രം പറയുന്നത്. അതാണ് ചക്രതീർത്ഥക്കുളം. അതിനടുത്ത് ഒരു ചെറിയ ഒരു പാദതീർത്ഥമുണ്ട്. അത് ഭഗവാന്റെ പാദത്തിൽ നിന്ന് പോകുന്ന പാതാള ഗംഗയായിട്ട് പറയുന്നു. അതായത് ചക്രതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പാദതീർത്ഥമെടുത്ത് ഭഗവാനെ പൂജ ചെയ്ത് അവരുടെ ശാപമോക്ഷം നേടി പോയതായിട്ട് പറയപ്പെടുന്നു. ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാൻ വേണ്ടി
ചെയ്യുന്ന ഒരു കർമ്മമാണ് പിതൃബലി അഥവാ പിതൃപൂജ. വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ 16-ാം ദിനം ചെയ്യുന്ന പൂജയാണ് 16-ാം ശ്രാദ്ധക്രിയാർക്കൊക്കെ ബലിതർപ്പണ പൂജ. അതിലേക്ക് വേണ്ടി 16-ാം ദിനത്തിൽ ബലിതർപ്പണ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും 41-ാം ദിനം മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന 41-ാം ദിന പൂജാതി കർമ്മവും ഇവിടെ അനുഷ്ഠിച്ചു പോരുന്നുണ്ട്. സാക്ഷാൽ പിതൃദേവനായ ജനാർദ്ദന സ്വാമി തമ്പുരാൻ്റെ തിരുനാമത്താൽ ചെയ്യുന്ന ഈ പിതൃപൂജ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പാപനാശിനി എന്ന് പറയുന്ന പുണ്യസ്ഥാനത്ത് അനുഷ്ഠിച്ചു പോരുന്നു. പൂജാതി ദ്രവ്യങ്ങളായ പുഷ്പവും അരിയും എള്ളും പിണ്ടച്ചോറും വച്ച് പിതൃപൂജാർപ്പണം മന്ത്രോച്ചാരണ കർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെട്ട അനന്തരം മരണപ്പെട്ടു പോയവരുടെ മക്കളോ മരുമക്കളോ ശേഷകാരോ അവരെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ബന്ധുമിത്രാദികളടക്കം വന്ന് ഈ പുണ്യപൂജ അനുഷ്ഠിച്ചു പോരുന്നു. പിന്നെ വളരെ പ്രശസ്തി ആർജിച്ച കർക്കിടക ബാബുബലി വർഷങ്ങളായി വളരെ കാലഘട്ടമായി ഇവിടെ ചെയ്തു പോരുന്നുണ്ട്. കർക്കിടക ബാവിനോട് അനുബന്ധിച്ച് ചെയ്യുന്ന പുണ്യകർമ്മം ഒരു മഹത് കർമ്മമായും അത് ഹൈന്ദവ ആചാരപ്രകാരം കർക്കിടക ബാബു ബലി ദിനം വളരെ പ്രശസ്തി കേട്ട ഒരു കർമ്മമായി ഇവിടെ അനുഷ്ഠിച്ചു പോരുന്നു. ഇതിന് ആചാരപ്രകാരം ഇത് അനുഷ്ഠിച്ചു പോരുവാൻ തക്കവണ്ണം ഈ പൂജാതി കർമ്മങ്ങൾ പഠിച്ച കർമ്മികൾ ഇവിടെ ഈ കർമ്മങ്ങൾ ചെയ്തു പോരുന്നു. ആണ്ടോടാണ്ട് ചെയ്യുന്ന ഈ കർക്കിടക ബാബുബലി കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്ന ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട്. ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ഈ ചരിത്രപരമായിട്ട് പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടെ പറയാനുണ്ട്. ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ഡച്ച് മണിയുണ്ട്. അതായത് പണ്ട് ഒരു ഡച്ച് ഷിപ്പ് ഇങ്ങനെ കടൽ വഴി പോയെന്നും അതിങ്ങനെ സ്ട്രക്കായി നിന്നും അത് ഇങ്ങനെ ശരിയാക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവരിങ്ങനെ ഇവിടെ വരികയും അത് ഇവിടെ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഗ്രാമനിവാസികൾ പറഞ്ഞു ഇവിടെ എങ്ങനെ അത് ശരിയാക്കുന്നതായിട്ടുള്ള അങ്ങനെ ആരുമില്ല, ഇവിടെ വളരെ ഇവിടുത്തെ ദൈവത്തിനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഷിപ്പ് ശരിയായെന്നും അങ്ങനെ അവർ അതിൻ്റെ സന്തോഷമായിട്ട് അവർ ആ ഷിപ്പിൽ ഉപയോഗിച്ച മണി ക്ഷേത്രത്തിൽ നടക്കി വെച്ചു. അതാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ള ഡച്ച് ബെല്ല്. 1737 ഡച്ചുകാർ ഈ ക്ഷേത്രത്തിൽ നടക്കി വെച്ച ബെല്ലാണത്. വർക്കലക്കുന്നിലെ ഐതിഹ്യങ്ങൾക്കിപ്പുറം നവോത്ഥാനത്തിൻ്റെ കഥ പറയുന്ന മറ്റൊരു കുന്നുണ്ട് വർക്കലയിൽ, ശിവഗിരിക്കുന്ന്. അവിടെയാണ് നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥാനം, പ്രശസ്തമായ ശിവഗിരി മഠം. ശ്രീനാരായണ സമൂഹത്തിൻ്റെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ആത്മീയ തലസ്ഥാനമാണ് ശിവഗിരി മഠം. 1904 ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി മഠം സംസ്ഥാപനം ചെയ്യുന്നത്. ശിവഗിരിയുടെ താഴ്വരയിൽ ഒരു പർണശാല കെട്ടി താമസം ആരംഭിച്ചുകൊണ്ടാണ് ശിവഗിരി മഠത്തിന് ഗുരുദേവൻ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം ഗുരു താമസത്തിനു വേണ്ടി വൈദിക മഠം
നിർമ്മിക്കുകയുണ്ടായി. വൈദിക മഠത്തിൻ്റെ നാമധേയം വരുന്നത് ആ മഠത്തിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ടാണ് വൈദിക വൃത്തിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാരെ കൊണ്ട് പഠിപ്പിച്ചത്. അതിൻ്റെ ഫലമായി ആ കെട്ടിടം വൈദിക മഠം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആയിരത്തി 1912 ശിവഗിരിയുടെ താഴ്വരയിൽ വിദ്യാസ്വരൂപിണിയായ ജ്ഞാനസ്വരൂപിണിയായ ശാരദാംബയെ ഗുരുദേവൻ പ്രതിഷ്ഠിക്കുകയുണ്ടായി. 1912 വിദ്യാസ്വരൂപിണിയായ ശാരദാംബയെ പ്രതിഷ്ഠിക്കുന്നതിന് മുന്നോടിയായി 1908 ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുജയന്തി ആഘോഷിച്ച സന്ദർഭത്തിൽ ശാരദാമഠത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കുകയുണ്ടായി. ആ വേളയിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനനി നവരത്നമഞ്ജരി എന്ന കൃതി രചിക്കുകയുണ്ടായി. ആ കൃതി പഠിക്കുമ്പോൾ എന്താണ് ശാരദാ പ്രതിഷ്ഠയുടെ ലക്ഷ്യമെന്ത് എന്ന് വളരെ വ്യക്തമായി ശ്രീനാരായണ ഗുരുദേവൻ പ്രതിപാദിക്കുന്നുണ്ട്. അതുവരെ പ്രതിഷ്ഠിച്ച ക്ഷേത്ര പ്രതിഷ്ഠകളിൽ നിന്നും വ്യത്യസ്തമായി, ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി, ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേവലം അർച്ചനയ്ക്ക് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിവേദ്യാദികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ധ്യാനത്തിനും പാരായണത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടിയുള്ള ഒരു ആരാധനാലയമായിട്ടാണ് ശാരദാ മഠത്തെ ഗുരുദേവൻ സങ്കല്പിച്ചിരുന്നത്. അങ്ങനെ 1928 ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചു. ഗുരുദേവൻ്റെ ഭൗതിക ശരീരം ശിവഗിരിയുടെ നെറുകയിൽ സമാധി ഇരുത്തുകയുണ്ടായി. അതോടുകൂടി ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ശ്രീനാരായണ സമൂഹത്തിൻ്റെയും ഭക്തജന സമൂഹത്തിൻ്റെയും എല്ലാം ആധ്യാത്മിക തലസ്ഥാനമായി ശിവഗിരി മഠം പരിലസിക്കുകയാണ്. ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയായ ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസ പരമ്പരയുടെ ആസ്ഥാനവും കേന്ദ്രസ്ഥാനവും ശിവഗിരി മഠമാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആധ്യാത്മിക ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് ദാർശനികമായ മഹത്വവും ഉൾക്കാഴ്ചയും വിളംബരം ചെയ്യുന്ന മതേതരത്തിൻ്റെ പ്രകാശ ഗോപുരമായി ശിവഗിരി മഠം ഇന്ന് പരിലസിക്കുകയാണ്. വർക്കലയിൽ ശേഷിക്കുന്ന ചരിത്രാവശേഷിപ്പുകളാണ് അഞ്ചുതെങ്ങ് കോട്ടയും വർക്കല തുരപ്പും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ ആദ്യ വ്യാപാര കേന്ദ്രമാണ് അഞ്ചുതെങ്ങ് കോട്ട. 1695 ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലാണ് കോട്ട പൂർത്തീകരിക്കുന്നത്. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാരവും വടക്കൻ ജലമാർഗ ആശയവിനിമയവും അഞ്ചുതെങ്ങ് കോട്ടയിലൂടെ സുഗമമായി നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈക്ക് ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായി അഞ്ചുതെങ്ങ് കോട്ട മാറി. 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജാവായ ഹൈദരലിയുടെ ആക്രമണ സമയത്ത് ബ്രിട്ടീഷുകാരുടെ വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന സംരക്ഷണശാലയായും അഞ്ചുതെങ്ങ് കോട്ട പ്രവർത്തിച്ചു വന്നു. വർക്കലയുടെ ചരിത്രത്താളുകളിൽ മാറ്റി നിർത്താനാകാത്ത ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് വർക്കല തുരപ്പ്. 1870 തിരുവിതാംകൂർ രാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് ആരംഭിച്ച തുരപ്പിന്റെ നിർമ്മാണം 1880 പൂർത്തീകരിച്ചു. വർക്കല തുരപ്പിൽ ഉൾപ്പെടുന്നത് 2 തുരങ്കങ്ങളാണ്. 2370 അടി നീളമുള്ള ആദ്യത്തേതിന്റെ നിർമ്മാണം 1877 1140 അടി നീളമുള്ള രണ്ടാം തുരങ്കത്തിന്റെ നിർമ്മാണം 1880 പൂർത്തിയായി. തുരങ്കം വന്നതോടെ തിരൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ജലഗതാഗതവും യാഥാർത്ഥ്യമായി. എന്നാൽ മറ്റ് ഗതാഗത സംവിധാനങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ തുരപ്പിന്റെ പ്രസക്തി ഇല്ലാതാവുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തു. ഐതിഹ്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും വിശേഷണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നാടല്ല വർക്കല. പുരോഗമന ചിന്താഗതിയുടെ വേദി കൂടിയാണ്. വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട മിനി ഗോവയാണ് വർക്കല.
ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും അത് വിദേശീയരായാലും തദ്ദേശീയരായാലും ഇവരെല്ലാം ആകർഷിക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് വർക്കല. അതുകൊണ്ട് വർക്കല മറ്റുള്ള ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇപ്പോൾ നല്ല ഒരു ജനസമ്മതി എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് നോൺ ആസ് മിനി ഗോവ. പീപ്പിൾ ആർ കമ്മിങ് ഓൾ ഓവർ ഫ്രം ഇന്ത്യ ടു വിസിറ്റ് ദിസ് പ്ലേസ്. അത് വർക്കലയെ വ്യത്യസ്തമാക്കുന്നു. വർക്കല എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നതിൻ്റെ കാരണം വർക്കലയിലെ ക്ലിഫ് ഫോർമേഷനാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വർക്കലയുടെ സൗന്ദര്യം ക്ലിഫിൽ നിന്ന് ആസ്വദിക്കാനുള്ള സൗകര്യം വർക്കലയെ വ്യത്യസ്തമാക്കും. അതേപോലെ വർക്കലയിലുള്ള മറ്റ് പ്രത്യേകതകളാണ് ഇവിടെയുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. അത് ക്ലിഫ് ഫോർമേഷനുകളാവാം, വിവിധതരം ബീച്ചുകളാകാം. ബീച്ചുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് സാൻഡ് ബീച്ചുണ്ട്, ഓഡയം ബീച്ചുണ്ട്, കാപ്പിൽ ബീച്ചുണ്ട്, അതുപോലെ കാപ്പിൽ ലേക്ക്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വർക്കലയെ വ്യത്യസ്തമാക്കുന്നു. വർക്കലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് അഡ്വഞ്ചറസ് വാട്ടർ സ്പോർട്സ്. അഡ്വഞ്ചറസ് വാട്ടർ സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ വർക്കലയിൽ നടന്നു വരുന്നത് സർഫിംഗ്, സ്റ്റാൻഡപ്പ് പാഡൽ ബോർഡിംഗ്, കയാക്കിംഗ് എന്നീ 3 ഇനങ്ങളാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. ഭാവിയിൽ മറ്റ് സാധ്യതകൾ തുറക്കാനും തുറന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് വർക്കല. വർക്കലയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്കലയിലുള്ള എല്ലാ ബീച്ചുകളിലും സർഫിംഗ് അനുയോജ്യമാണ്. അതുപോലെ വർക്കല ബാക്ക് വാട്ടേഴ്സാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാപ്പിൽ ബാക്ക് വാട്ടർ ഇസ് ദെയർ. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ ഐലൻഡ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം കയാക്കിങ്ങിൻ്റെ സാധ്യതകളും തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് വരും കാലഘട്ടങ്ങളിൽ ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കൂടുതൽ തൊഴിൽ സാധ്യതകളും ഒരു പുതിയ സാധ്യതകളാണ് വർക്കലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർക്കല കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കലയുടെ ഉള്ളറകളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു നാടാണിതെന്ന് നാം തിരിച്ചറിയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി കേന്ദ്രമായും ദക്ഷിണ കാശിയായും മിനി ഗോവയായും ഒക്കെ ഒരു ആട്ടവേഷക്കാരൻ്റെ ചാരുതയോടെ പകർന്നാടുകയാണവൾ.